നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ നിന്ന് വരുന്ന വാർത്തകൾ അതിഭീകരമാണ്. ടാൻസാനിയയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 800 കടന്നിരിക്കുകയാണ്. മലയാളികളടക്കം 20,000-ഓളം ഇന്ത്യക്കാരുള്ള ടാൻസാനിയയിൽ സ്ഥിതി രൂക്ഷമായതോടെ ഇന്ത്യൻ സമൂഹവും ആശങ്കയിലാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാംപിയ സുലൂഹു ഹസൻ 97% വോട്ട് നേടി വിജയിച്ചെന്ന അവകാശവാദം അംഗീകരിക്കാത്തവരാണ് തെരുവിലിറങ്ങി ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. സുരക്ഷാ സേനയുടെ വെടിയേറ്റാണ് 100 കണക്കിന് ആളുകൾ മരിച്ചിരിക്കുന്നത്. 2025 ഒക്ടോബർ 29-നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അട്ടിമറി ആരോപണവുമായി ഒരു വിഭാഗം തെരുവിലിറങ്ങി വോട്ടെടുപ്പിനെതിരെ പ്രതിഷേധിക്കുകയും വോട്ടെണ്ണൽ തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെയാണ് സ്ഥിതി കലുഷിതമായത്. കലാപം അടിച്ചമർത്താൻ പോലീസിനെ സഹായിക്കുന്നതിനായി സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി റദ്ദാക്കി. ഇത് യാത്രകളെയും മറ്റു പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നതായാണ് വിവരം. ആക്രമണങ്ങൾ ടാൻസാനിയയിൽ ഉടനീളം വ്യാപിച്ചതിനെ തുടർന്ന് നവംബർ 3-ന് തുറക്കാനിരുന്ന യൂണിവേഴ്സിറ്റികൾ തുറക്കുന്നതും സർക്കാർ മാറ്റിവെച്ചു. ആക്രമണങ്ങളിൽ എത്ര പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തുവെന്ന് അധികൃതർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും 800-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന് പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ പലരും രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാസങ്ങളായി ജയിലിലാണ്. പ്രസിഡന്റ് സാമിയ സുലൂഹു ഹസന്റെ പ്രധാന എതിരാളികളായ 2 പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തടയുകയോ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയോ ചെയ്തതിനെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് ഒരു മത്സരമായിരുന്നില്ല, മറിച്ച് കിരീടധാരണമായിരുന്നുവെന്ന് വിമർശകരും പ്രതിപക്ഷ ഗ്രൂപ്പുകളും ആരോപിക്കുന്നു. 2025 ഒക്ടോബർ 29-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അക്രമങ്ങൾ അരങ്ങേറി. വോട്ടെടുപ്പിൽ പ്രതിഷേധിച്ച് പ്രധാന നഗരങ്ങളിലെ തെരുവുകളിൽ പ്രകടനക്കാർ പ്രകടനം നടത്തി. കലാപം നിയന്ത്രിക്കാൻ പോലീസിനെ സഹായിക്കാൻ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രവർത്തനരഹിതമായതിനാൽ യാത്രയും മറ്റു പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. പ്രതിഷേധങ്ങൾ ടാൻസാനിയയിൽ ഉടനീളം വ്യാപിച്ചു. 2025 ഒക്ടോബർ 3-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന സർവകലാശാലകൾ വീണ്ടും തുറക്കുന്നത് സർക്കാർ മാറ്റിവെച്ചു. അക്രമത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നോ പരിക്കേറ്റെന്നോ ടാൻസാനിയൻ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസിന്റെ വക്താവ് സെയ്ഫ് മങ്കാങ്കോ വെള്ളിയാഴ്ച കെനിയയിൽ നിന്ന് വീഡിയോ വഴി ജനീവയിൽ നടന്ന UN ബ്രീഫിംഗിൽ വാണിജ്യ തലസ്ഥാനമായ ടാർ എസ് സലാമിലും ഷിന്യാങ്ക, മൊറോഗോറോ പട്ടണങ്ങളിലും 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പറഞ്ഞു. സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻ വ്യവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടതിനെ ചടമെ പ്രതിപക്ഷ ഗ്രൂപ്പിന്റെ നേതാവായ തുഡു ലിസുവിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാസങ്ങളോളം ജയിലിലടച്ചു. മറ്റൊരു പ്രതിപക്ഷ നേതാവായ ആക്ട് വൈസലൻഡോ ഗ്രൂപ്പിലെ ലുഹാഗ എംപിനെയെ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കി. രാജ്യത്തെ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കരിസ്മാറ്റിക് പ്രതിപക്ഷ നേതാക്കളുടെ ഉയർച്ചയ്ക്കിടയിലും പതിറ്റാണ്ടുകളായി പിടിച്ചു നിൽക്കുന്ന മാപ്പി സുന്ദി അഥവാ CCM-നെ പാർട്ടിക്ക് ഭീഷണിയായി. എന്നിരുന്നാലും ഈ മേഖലയിൽ വൻ വിജയം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. റുവാണ്ടയുടെ സ്വച്ഛാധിപത്യ നേതാവായ പ്രസിഡന്റ് പോൾ ഗഗാമെ മാത്രമാണ് പതിവായി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ വോട്ടെടുപ്പിന് മുൻപ് ടാൻസാനിയയിൽ നിർബന്ധിത തിരോധാനങ്ങൾ, ഏകപക്ഷീയമായ അറസ്റ്റുകൾ, നിയമവിരുദ്ധ കൊലപാതകങ്ങൾ എന്നിവയുടെ ഒരു മാതൃക ചൂണ്ടിക്കാട്ടി. ടാൻസാനിയ വ്യത്യസ്തമാണ്. ഈ മേഖലയിൽ ഒരു അസാധാരണ സംസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുമായി ബന്ധം പുലർത്തുന്ന ഭരണകക്ഷിയായ CCM പാർട്ടിയുടെ ഒരു പതിപ്പ് 1961-ൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ടാൻസാനിയ ഭരിച്ചു. ശ്രീമതി ഹസന്റെ വിജയത്തോടെ ഈ നിര നീളുന്നു. CCM സംസ്ഥാനവുമായി ഇഴകിച്ചേർന്നിരിക്കുന്നു. ഫലപ്രദമായി സുരക്ഷാ സംവിധാനത്തിന്റെ ചുമതല വഹിക്കുന്നു. കൂടാതെ ഓരോ 5 അല്ലെങ്കിൽ 10 വർഷത്തിൽ പുതിയ നേതാക്കൾ ഉയർന്നു വരുന്ന വിധത്തിലും ക്രമീകരിച്ചിരിക്കുന്നു.